ഇംഗ്ലീഷ് പോലുള്ള സിനിമകൾ മാത്രം ലോകത്തിന്റെ ഓരോ കോണിലും എത്തിയിരുന്ന സമയത്ത് നിന്നും ലോകത്തിന്റെ പല കോണിലേക്കും മലയാള സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്ന കാലത്തിലേക്ക് വളർന്നിരിക്കുകയാണ് മോളിവുഡ് ഇപ്പോൾ. കൂടാതെ 1000 കോടി ക്ലബ് എന്നൊക്കെ ബോളിവുഡിലും ഹോളിവുഡിലും മാത്രം നമ്മൾ കേട്ട് ശീലിച്ചവയാണ്. എന്നാൽ അത്തരമൊരു നേട്ടത്തിന് അരികിലാണ് മോളിവുഡ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മലയാള സിനിമ എത്രത്തോളം വളർന്നെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 2024 തുടങ്ങി വെറും 3 മാസങ്ങൾ എന്ന ചുരുങ്ങിയ കാലയളവ് പിന്നിടുമ്പോഴേക്കും മോളിവുഡ് സ്വന്തമാക്കിയത് 600 കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ട്. ഫെബ്രുവരിയിലെത്തിയ പ്രേമലുവും ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും ഞെട്ടിക്കുന്ന കളക്ഷൻ നേടിയിരുന്നു. ആഗോളതലത്തിൽ പ്രേമലു 130 കോടിയിലധികം, ബ്രഹ്മയുഗം 58 കോടി, മഞ്ഞുമൽ ബോയ്സ് 224 കോടിയും കടന്ന് റെക്കോർഡുമിട്ടു. മാർച്ചിൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം എത്തിയതോടെ കളക്ഷൻ ഉയർന്ന വേഗതയും കൂടി. ആദ്യ ദിനം 16 കോടി കടന്നിരുന്നു. പിന്നീട് 6 ദിവസങ്ങൾ കൊണ്ട് ആഗോളതലത്തിൽ ആടുജീവിതം നേടിയത് 82 കോടിയിലധികമാണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ 2024 മോളിവുഡ് 1000 കോടി ക്ലബിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. സാധാരണ രീതിയിൽ പരീക്ഷാ ചൂട് കാരണം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തിയേറ്ററിൽ ആളെത്തുക കുറവായിരിക്കും. എന്നാൽ അതേ ഫെബ്രുവരി മാർച്ചിലാണ് മലയാള സിനിമ കളക്ഷനിൽ പുത്തൻ റെക്കോർഡുകൾ ഇട്ടത്. മലയാളത്തിലെ ചുരുക്കം ചില സിനിമകൾ മുൻപ് ആഗോളതലത്തിൽ വലിയ ചർച്ചയായെങ്കിലും ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വളരെ പെട്ടെന്ന് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇറങ്ങുകയും ചർച്ചയാവുകയും കളക്ഷനിൽ റെക്കോർഡിടുകയും ചെയ്യുകയാണ്. കേരളത്തിലെ ചലച്ചിത്ര ബിസിനസ് ആദ്യമായാണ് ഇത്തരം ഒരു സ്കെയിലിൽ പാൻ ഇന്ത്യൻ സിനിമാ മാർക്കറ്റിലും ആഗോളതലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഹൊമ്പാളെ ഫിലിംസ്, ലൈക്ക പ്രൊഡക്ഷൻസ് പോലെയുള്ള പാൻ ഇന്ത്യൻ നിർമ്മാണ കമ്പനികൾ മലയാള സിനിമകളിലേക്ക് ആകർഷിച്ചെത്തിയത്. കൂടാതെ ഭാഷയുടെ അതിർവരമ്പുകൾ പതിയെ മാഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിനുദാഹരണം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ മലയാളത്തിൽ തന്നെ പ്രദർശിപ്പിച്ചത്. കേരളത്തിലും അധികം പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും തമിഴ്നാട്ടിൽ പുതിയ റെക്കോർഡ് ഇടുകയും ചെയ്തിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ സിനിമയെടുത്ത് വലിയ തുക തിരിച്ചു പിടിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ എണ്ണം കൂട്ടിയത് മോളിവുഡ് മാർക്കറ്റിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ 1724 തിയേറ്ററുകളിലാണ് ആടുജീവിതം സിനിമ റിലീസ് ചെയ്തത്. ഇങ്ങനെ മോളിവുഡ് മാർക്കറ്റ് മാറിയതുപോലെ റിലീസ് രീതിയും മാറിയിട്ടുണ്ട്. പണ്ട് വെള്ളിയാഴ്ചകളാണ് പടം റിലീസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മിക്ക പടങ്ങളുടെയും റിലീസ് വ്യാഴാഴ്ചയാണ്. അങ്ങനെ ഞായറാഴ്ച വരെ നല്ല അഭിപ്രായത്തോടെ കുറെ ആള് കയറിയാൽ 8 കോടി രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടുമെന്നാണ് ഏകദേശ കണക്ക്. 200 തിയേറ്ററുകളിലെങ്കിലും പ്രദർശിപ്പിക്കുമ്പോഴുള്ള ഒരു ഏകദേശ കണക്കാണിത്. അപ്പൊ ആ സമയം കൊണ്ട് മിക്ക സിനിമകളും മുടക്കുമുതൽ തിരിച്ചു പിടിക്കും. അങ്ങനെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കുന്നതിനൊപ്പം തന്നെ സിനിമ അതിന്റെ എല്ലാ കലാമൂല്യത്തോടു കൂടെ പ്രദർശിപ്പിക്കാനും കഴിയുന്നു എന്നതാണ് മലയാള സിനിമയുടെ ഇന്നത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് വളരെ കറക്റ്റാണ്. ചെറിയ മാർക്കറ്റിലെ വലിയ കച്ചവടമെന്ന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.